മേടമാസം 1-ാം തീയതിയാണ് നാം വിഷു ആഘോഷിച്ചു വരുന്നത്. കേരളീയരുടെ പ്രധാന കാർഷികോത്സവമാണ് വിഷു. വിഷുവിനു പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ടെങ്കിലും ഒരൈതിഹ്യം ഇങ്ങനെയാണ്. കണ്ണനെ തൻ്റെ കളിക്കൂട്ടുകാരനായി കണ്ടിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുഞ്ഞിന് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലരൂപം കാണണം, കണ്ണനോടൊപ്പം ഒന്ന് കളിക്കണം. അവൻ അതിനു വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിൻ്റെ പ്രാർത്ഥനയിൽ മനം നിറഞ്ഞ ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ ആ ബാലൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും സന്തോഷം കൊണ്ട് ആ കുട്ടി കണ്ണീരൊഴുക്കുകയും ഉണ്ടായി. ശ്രീകൃഷ്ണൻ ബാലനോട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. നിന്നെ കാണുന്നതല്ലാതെ മറ്റെന്തു കിട്ടാനാണ് എന്നാണ് ആ കുട്ടി കണ്ണീരോടെ മറുപടി പറഞ്ഞത്. ബാലന് തന്നോടുള്ള സ്നേഹത്തിൽ മനസ്സ് നിറഞ്ഞ ശ്രീകൃഷ്ണൻ തൻ്റെ അരയിൽ അണിഞ്ഞിരുന്ന അരഞ്ഞാണം ആ ബാലന് സമ്മാനമായി നൽകുകയും ബാലൻ തനിക്ക് കണ്ണനിൽ നിന്ന് കിട്ടിയ സമ്മാനം എന്ന പേരിൽ പലരെയും അരപ്പട്ട കെട്ടി കാണിച്ചു കൊടുത്തെങ്കിലും ആരും അവനെ വിശ്വസിച്ചിരുന്നില്ല. അടുത്ത ദിവസം അമ്പലത്തിലെ പൂജാരി നട തുറന്നപ്പോൾ കണ്ണൻ്റെ അരയിൽ അരപ്പട്ട കാണാതായത് ശ്രദ്ധിക്കുകയും ആ വാർത്ത നാട്ടിൽ പരത്തുകയും ചെയ്തു. പലരും ആ ബാലൻ കള്ളനാണെന്ന് മുദ്രകുത്തി അപമാനിക്കാൻ തുടങ്ങി. എന്നാൽ ആളുകൾ തൻ്റെ കുട്ടിയെ കള്ളൻ എന്ന് വിളിക്കുന്നത് കുട്ടിയുടെ അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർ പൊട്ടിക്കരഞ്ഞ് ആ ബാലനെ ഒരു ചങ്ങല കൊണ്ടടിച്ച് ചങ്ങല വലിച്ചെറിഞ്ഞു. ചങ്ങല ഒരു കൊന്ന മരത്തിൽ കുടുങ്ങി. മരം പെട്ടെന്ന് മഞ്ഞപ്പൂക്കൾ കൊണ്ട് വിരിഞ്ഞ് ശോഭനമായി. ഈ മരമാണ് കണിക്കൊന്ന എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ആ ദിവസമാണ് വിഷു എന്ന് ഐതിഹ്യം. കൃഷി കഴിഞ്ഞ പഴങ്ങളും പച്ചക്കറികളും ഈ കണിക്കൊന്നയുമാണ് കണിയൊരുക്കുന്നത്. ഈ കണി കണ്ടുണർന്നായിരിക്കണം വിഷു ദിവസത്തിൻ്റെ തുടക്കം. പിന്നെ കൈനീട്ടം. ആ ഒരു വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എന്നിവ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് കൈനീട്ടം നൽകും. വിഭവ സമൃദ്ധിയായ വിഷു സദ്യയോടുകൂടി ഏകദേശം വിഷു അവസാനിച്ചു. രാവും പകലും തുല്യമായ ദിവസം കൂടിയാണ് വിഷു. രാത്രിയായാൽ വീടുകളിൽ പടക്കവും പൂത്തിരിയുമൊക്കെ കത്തിച്ച് അങ്ങനെ ഒരു ആഘോഷവും അതോടുകൂടി വിഷു അവസാനിച്ചു. നല്ലൊരു വിഷുപ്പുലരി ഉണ്ടാവട്ടെ, നല്ലൊരു വിഷുവർഷമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കലവില വർത്താനം ഞാൻ നിർത്തുന്നു. ഈ വർഷം വിഷു ആഘോഷിക്കുന്ന ഏവർക്കും എൻ്റെയും കലവില ടോക്കിൻ്റെയും വിഷുദിനാശംസകൾ.